നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അതിലെ ചില നിർണായക വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം കോടതി കൂടിയ സമയത്ത് കോടതി പ്രധാനമായും ചോദിച്ച ചോദ്യം ഇതായിരുന്നു: നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളോ ചതവുകളോ എന്തെങ്കിലും പാടുകളോ ഒക്കെ ഉണ്ടായിരുന്നോ എന്നായിരുന്നു ചോദിച്ചത്. ഇല്ലെന്നായിരുന്നു മറുപടി പോലീസിന്റെ ഭാഗത്തു നിന്നും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചുണ്ടിനും അതുപോലെ തന്നെ വിരലുകൾക്കും നീല നിറമാണെന്ന് പറയുന്നു. ചുണ്ടിൽ മുറിവ് പറ്റിയിരുന്നു എന്നും അടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇതാ ഒരു നിർണായക വിവരം കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ മരണം കെട്ടിത്തൂക്കിയ കൊലപാതകമാണ് എന്ന ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ തന്നെയാണ്. ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ കുടുംബത്തിന്റെ അടുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതേസമയം മരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് റിപ്പോർട്ടിൽ തന്നെ പറയുകയാണ്. നവീൻ ബാബു മരിച്ച വിവരം പുറത്തുവന്ന ഒക്ടോബർ 15 രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. എന്നാൽ മൃതദേഹ പരിശോധനാ റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിന്റെയോ പരാമർശങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മാതൃഭൂമി ദിനപത്രം തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇതിനു മുൻപും മാതൃഭൂമി ദിനപത്രം പുറത്തുവിട്ട ചില CCTVയുടെയും അതുപോലെ തന്നെ ഈ ചില നിർണായക വിവരങ്ങൾ CCTVയുടെ ചില നിർണായക വിവരങ്ങൾ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ മാതൃഭൂമി ദിനപത്രം ഈ ഒരു വാർത്ത പുറത്തുവിടുകയാണ്. മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റിയ ശേഷമാണ് മൃതദേഹം പരിശോധനയ്ക്ക് കൈമാറിയത് എന്നാണ് റിപ്പോർട്ട്. ഇങ്ങനെയാണ് സാധാരണ നടപടിക്രമം. ജോക്കെ എന്ന എഴുതിയിട്ടുള്ളതും ചാരനിറത്തിലുമുള്ളതുമായ അടിവസ്ത്രമാണ് ഉണ്ടായിരുന്നത്. മരിക്കുമ്പോൾ നവീൻ ബാബു ധരിച്ചിരുന്നത് ഇതിലാണ് രക്തക്കറ ഉണ്ടായിരുന്നതായി വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. അടിവസ്ത്രം രക്തക്കറകളോട് കൂടിയ നിലയിലായിരുന്നുവെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ളത്. തുടകൾ അതുപോലെ തന്നെ കണ്ണങ്കാലുകൾ പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലായിരുന്നുവെന്നും എഴുതിയിട്ടുണ്ട്. രക്തക്കറകളെക്കുറിച്ച് മറ്റ് പരാമർശങ്ങളൊന്നും തന്നെ റിപ്പോർട്ടിൽ ഇല്ല. FIRൽ രക്തക്കറയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും തന്നെ ഇല്ല. മരണകാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നും തന്നെ ഇല്ല എന്നും FIRലെ ഉള്ളടക്കത്തിൽ പറയുന്നു. ഇൻക്വസ്റ്റ് നടത്താൻ രക്തബന്ധുക്കൾ ആരും സ്ഥലത്തില്ലാത്തതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. ഒക്ടോബർ 15 രാവിലെ 10:15 തുടങ്ങി 11:45 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. മരണവിവരം അറിഞ്ഞ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിൽ തിരിച്ച ബന്ധുക്കൾ 11:50 കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം അറിയുന്നത്. മൃതദേഹ പരിശോധന പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നതിന് തങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നും കോഴിക്കോടേക്ക് മാറ്റണമെന്നും DCPയോട് അപ്പോഴാണ് ആവശ്യപ്പെട്ടത്. ആരോപണ വിധേയയായ PP ദിവ്യയുടെ ഭർത്താവും കൈക്കൂലി നൽകിയെന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തനും ജോലി ചെയ്യുന്ന സ്ഥലമായതിനാലാണ് പരിയാരത്ത് നിന്ന് മൃതദേഹ പരിശോധന മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. കളക്ടറോട് പറയുന്നതായിരിക്കും ഉചിതം എന്നായിരുന്നു മറുപടി. പിന്നീട് കളക്ടർ അരുൺ K. വിജയനെ ബന്ധുക്കൾ വിളിച്ചു വരുത്തി. മൃതദേഹ പരിശോധന തുടങ്ങിയ കാര്യം അപ്പോഴാണ് അറിഞ്ഞത്. ഒന്നും പേടിക്കാനില്ല എന്നും ഒരു ക്രമക്കേടും ഉണ്ടാകില്ല എന്ന് താൻ ഉറപ്പു തരുന്നുവെന്നും കളക്ടർ ഇവരോട് പറഞ്ഞിരുന്നു. പോലീസ് സർജനാണ് മൃതദേഹ പരിശോധന ചെയ്തത് എന്നും അദ്ദേഹം ബന്ധുക്കളെ അറിയിച്ചു. നവീൻ ബാബുവിന്റെ അനുജൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു, അതുപോലെ തന്നെ ബന്ധുക്കളായ അഡ്വക്കേറ്റ് അനിൽ P. നായർ, ഹരീഷ്, മലയാളപ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജയലാൽ, നാട്ടുകാരായ ഉത്തമൻ, രാജേഷ് എന്നിവരാണ് മരണവിവരം അറിഞ്ഞ് അന്ന് കണ്ണൂരിലേക്ക് പോയത്. അതേസമയം കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റേത് തൂങ്ങി മരണമാണ് എന്ന് വ്യക്തമാക്കുന്ന വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഇല്ലായിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒക്ടോബർ 15 ഉച്ചയ്ക്ക് 12:40 1:50 ഇടയിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. തലയോട്ടിക്ക് പരിക്കില്ല, വാരിയെല്ലുകൾക്ക് ക്ഷതമില്ല, ഇടത് ശ്വാസകോശത്തിന്റെ മുൻഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലുമാണ്. പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നു. തരുണാസ്ഥി, കേശുക്കൾ എന്നിവകൾക്കും പരിക്കില്ല. അന്നനാളം സാധാരണ നിലയിലായിരുന്നു. കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു. മൂക്ക്, വായ, ചെവി എന്നിവയ്ക്ക് പരിക്കില്ലായിരുന്നു. ചുണ്ടുകൾ നീല നിറത്തിലുമായിരുന്നു. പല്ലുകൾക്കും മോണകൾക്കും കേടില്ല. നാവ് കടിച്ചിരുന്നു. വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു. ശരീരം അഴുകിയതിന്റെ ലക്ഷണങ്ങളുമില്ല. വയറും മൂത്രാശയവും ശൂന്യമായിരുന്നു. സൂക്ഷ്മനാഡികൾ പരിക്കില്ല. മൃതദേഹം തണുത്ത അറയിൽ സൂക്ഷിച്ചിരുന്നതുമില്ല. 0.5 സെന്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന നിറത്തിലെ പ്ലാസ്റ്റിക് കയറ് കഴുത്തിൽ കെട്ടിത്തൂക്കിയിരുന്നു. കയറിന്റെ നീണ്ട ഭാഗത്തിന് 103 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്നു. കയറിന് 30 മീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗവും ഉണ്ടായിരുന്നു. കഴുത്തിനു ചുറ്റുമുള്ള കയറിന്റെ ഭാഗത്ത് 22 സെന്റിമീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത്. അതേസമയം ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നില്ല. നവീന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നും CBI അന്വേഷണം നടത്തണം
നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് സംശയിക്കുന്നു എന്നും മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയുടെ പങ്കിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നു എന്നും ഹർജിയിൽ ആരോപിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. അന്വേഷണത്തിന് തയ്യാറാണോ എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോഴായിരുന്നു മറുപടി. അതേസമയം CBI അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ എതിർത്തു. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും വാദിച്ചു. കേസ് ഡയറി പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കി. വിഷയം 12-ന് വീണ്ടും പരിഗണിക്കും. ഒക്ടോബർ 16-ന് പുലർച്ചെയോടുകൂടിയാണ് പത്തനംതിട്ട സ്വദേശിയായ നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഈ ഒരു സംഭവ വികാസത്തിന് പിന്നിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന കുടുംബത്തിന്റെ സംശയം സാധൂകരിക്കേണ്ട ഉത്തരവാദിത്തം ഈ നാട്ടിലെ പോലീസിനും നിയമവ്യവസ്ഥയ്ക്കുമുണ്ട്. കാരണം അത് ഇനി ഒരിക്കൽ പോലും ഈ ഒരു ഇത്തരം ഒരു മരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് എന്ന് വ്യക്തമാവുകയാണ്. ദിവസങ്ങൾ ചെല്ലുന്തോറും ഓരോ കാര്യങ്ങൾ പുറത്തുവരുന്നു. എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല. പക്ഷെ അപ്പോഴും മഞ്ജുഷയുടെ കുടുംബത്തിന് വിശ്വാസം അത് കോടതിയിൽ തന്നെയാണ്.